നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ 2-3 പച്ചമാങ്ങ എടുത്ത് ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് പാൻ ചൂടാകുമ്പോൾ നമുക്ക് നല്ലെണ്ണ ആവശ്യത്തിന് ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കടുകിടാം. ഇനി നമുക്ക് വറ്റൽമുളക് അതിലേക്കിടാം. ഇത് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. അത് അതിലേക്ക് ഇട്ടു. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ഇടാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ നമുക്ക് ഇതിലേക്ക് ഇടാം. നന്നായിട്ട് ഇതൊക്കെ യോജിപ്പിക്കാം. ഇനി ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കാം. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 2 മിനിറ്റായി നമ്മളിതുപോലെ ഇളക്കുന്നു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേഗം വയ്ക്കാം. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 8 മിനിറ്റോളം ആകുന്നു. നമുക്കിത് തുറന്ന് നോക്കാം. ഇത് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് നമ്മുടെ മാങ്ങ. മാങ്ങ വേകുന്നതിൻ്റെ ആ ഒരു മണം നന്നായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൂടും. ചേർക്കുന്നത് ഇതാണ്. ഇത് ശർക്കര, ഒരു 3 ശർക്കര ഇത് പാനിയാക്കിയതാണ്. ഇതുകൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ ശർക്കരയിൽ കിടന്ന് ഇതൊന്ന് വറ്റി വരണം. ആദ്യം തന്നെ ശർക്കര ഒഴിക്കരുത്, അപ്പോൾ നമ്മുടെ മാങ്ങ വേകാൻ താമസിക്കും. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യും, മാങ്ങ ഒന്ന് വെന്തതിന് ശേഷം ശർക്കര ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിച്ച് വെള്ളം ഒന്ന് വറ്റി വരട്ടെ. എന്നിട്ട് നമുക്ക് നോക്കാം. നമുക്കിതൊന്നുകൂടെ ഒന്ന് അടച്ച് വെക്കാം. ലോ ഫ്ലെയിമിലിടാം. കുറച്ച് കഴിഞ്ഞ് നമുക്ക് വന്ന് നോക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കറക്റ്റ് പാകമായിട്ടുണ്ട്. കണ്ടില്ലേ? കറക്റ്റ് പാകമായി. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമ്മുടെ ഈ പച്ചമാങ്ങ ഡിഷ് ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിത് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസണാണല്ലോ, അപ്പോൾ എല്ലാവരുടെയും പച്ചമാങ്ങ ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. നല്ലൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അമ്മേ, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്താലോ? അസലായിട്ടുണ്ട്. എൻ്റെ അമ്മ ഇത് ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ പറയല്ല. മാംഗോൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്നല്ല, ബെസ്റ്റ് സൈഡ് ഡിഷ്. നല്ല രുചിയായിട്ടുണ്ട്. എരിവും അതേപോലെ തന്നെ ആ മധുരവും ശർക്കരയുടെ എല്ലാം ഹെൽത്തി ഇൻഗ്രീഡിയൻസ് ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അത്ര രുചിയാണ് ഇതിന്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കഴിക്കുന്നതായിരിക്കും. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.